ഹലോ ചങ്ങായിമാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൻഡമാനിൽ പോയിട്ട് നമ്മളൊരു റൂം തപ്പാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ കൂട്ടിക്കൊണ്ട് പോകണം. അവനൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ റൂം നോക്കാൻ വേണ്ടി പോണത്. കുറച്ച് ദൂരെയാണ്, എന്നാലും ഞങ്ങൾ നടന്നാണ്. ഇതാണ് നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഒരാൾ ലോക്കൽ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കും. ഇവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തതിനെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ ഏതുതരം മാറുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു മഴ മാറി കഴിഞ്ഞോളൂ. ഞങ്ങൾ മഴ മാറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി വീട് നോക്കാൻ വേണ്ടി പോകാൻ. നമ്മുടെ നാട്ടിലെ പോലെ റോഡ് സൈഡിലും പാലത്തിൻ്റെ ഇടയിലും കിടക്കുന്ന ആൾക്കാരെ പോലെ ഉള്ള ആൾക്കാരൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെയുള്ള അത്യാവശ്യം ആൾക്കാർക്കും വരുമാനമുണ്ട്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് വഴി ഇവർ കാശുണ്ടാക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പം ഈ ഇറങ്ങി പോകുന്ന സ്റ്റെപ്പ് വഴി ഇതൊരു ഷോർട്ട് കട്ടാണ് മെയിൻ റോഡിലേക്കുള്ളത്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് വഴി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വഴിയാണ്, അതുകൊണ്ട് തന്നെ തല കുനിച്ചൊക്കെ ഒന്ന് വേണ്ടി നടക്കണം. കാരണം പല സൈഡിൽ മുള്ളുകളുമൊക്കെ നമ്മൾ നടക്കുന്ന വഴിയിലേക്ക് നേരെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ അതേ വഴി തന്നെ. കണ്ടത്തൊന്നും പെട്ടെന്നൊരു കേരളത്തിൽ കൂടെ നമ്മൾ നടക്കുന്നത് പോലെ ഒരു ഫീല്. എന്നാൽ ഇത് കേരളമല്ല. ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു വ്യൂയിലേക്കാണ് പോകുന്നത്. അത് ഞാൻ പറയണ്ട, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. ഈ കടലാണ് നമ്മൾ അർബാസിൻ്റെ വീടിൽ നിൽക്കുമ്പോൾ കണ്ട കടൽ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി അർബാസിൻ്റെ വീട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണ് ഈ കടലിൽ തീരെ വെള്ളം കുറവായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്തായാലും കടലിൻ്റെ അടുത്ത് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇവിടുത്തെ റോഡുകളെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡുകൾ പോലെയല്ല. അത്യാവശ്യം നല്ല റോഡുകളാണ് ഇവിടെ എല്ലാം പണിതിട്ടുള്ളത്. എന്നാൽ ചില ഏരിയകളിൽ റോഡ് പണിത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഉള്ളുവലിഞ്ഞാണ് ഈ ബീച്ച് നിൽക്കുന്നത് എന്ന്. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ചില സമയത്ത് ലോ ടൈഡും ഹൈ ടൈഡും ഇവിടെ നല്ല രീതിയിൽ അനുഭവപ്പെടും. എന്ന് വെച്ചാൽ ചന്ദ്രൻ ഭൂമിയുടെ അടുത്ത് വരുമ്പോൾ അതിനെ ഹൈ ടൈഡ് എന്നും ചന്ദ്രൻ അകന്നു പോകുമ്പോൾ അതിന് ലോ ടൈഡും എന്ന് പറയും. അപ്പോൾ ചന്ദ്രൻ അകന്നു പോകുമ്പോൾ കടലുകൾ ഉള്ളിലേക്ക്, അതേസമയം ചന്ദ്രൻ ഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ കടല് കരയിലേക്ക് കയറി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ശരിക്കും പച്ചപ്പ് നിറഞ്ഞ വഴികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എൻ്റെ കയ്യിൽ ക്യാമറ കണ്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ എന്നെ നോക്കി ചിരിക്കണ്ടായി. ഞാനും നോക്കി ചിരിച്ച് തലയാട്ടി. ഇവിടെയുള്ളവരെല്ലാവരും അത്യാവശ്യം ഷീറ്റ് വരയിലാണ് താമസിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അവരധികം കാശ് ചിലവാക്കാൻ ആഗ്രഹിക്കാത്തവരായതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ ഇവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തെത്തി. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇത്ര പ്രായമുള്ള ഒരു ചേട്ടൻ. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, വ്ലോഗ് എടുക്കുന്ന ആളാണ്, ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ സ്ഥലം കൊടുക്കുമോ എന്ന്. ആൾ പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിക്കാം. വലിയൊരു പ്രശ്നമുള്ളൂ, രാത്രി പട്ടികളുടെ ശല്യം കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പട്ടികൾ ടെൻ്റ് വലിച്ചു കീറാൻ ചാൻസ് ഉള്ളത് കൊണ്ടും ഇവിടുത്തെ പട്ടി 46 പേരെ കടിച്ച റെക്കോർഡ് ഉള്ളത് കൊണ്ടും ഇവിടെ ടെൻ്റ് കൊണ്ട് താമസിക്കേണ്ട എന്ന് ഞാൻ. ഇവിടുത്തെ പട്ടിയുടെ ഈ കഥ കേട്ടപ്പോൾ ഞാൻ തമാശയാണ് എന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടാണ് സത്യം മനസ്സിലായത്. ഈ പട്ടി ശരിക്കും 46 പേരെ കടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട ആളുടെ പട്ടി തന്നെയാണ് അതും. അതിൻ്റെ വായിൽ ആൾ പെട്രോളാണ് ഇപ്പോൾ ഒഴിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ പെട്രോൾ ഒഴിച്ചാൽ പട്ടി കടിക്കില്ല എന്നാണ് പറയുക. എന്താണെന്നറിയില്ല, 46 പേര് അടിച്ചതിന് ശേഷമാണ് പെട്രോൾ ഒഴിച്ചേക്കുന്നത് എന്നിപ്പോൾ പറഞ്ഞത്. നല്ല ഇടുങ്ങിയ വഴിയാണ് റൂമിലേക്കുള്ളത്. ഇതിലെ വണ്ടികളൊന്നും പോവുകയില്ല. നമുക്ക് വേണമെങ്കിൽ നടന്ന് വേണം പോകാൻ. സൈക്കിളൊക്കെ കൊണ്ടുപോകാം, എന്നാൽ ബൈക്ക് കയറ്റി കൊണ്ടുവരുന്ന ആൾക്കാരുമുണ്ട്. ഇത്രയും വലിയ സ്റ്റെപ്പിൽ കൂടെ വണ്ടി കൊണ്ടുപോകാൻ തീരെ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി. ഈ കാണുന്നതാണ് വീട്. ഞങ്ങളുടെ വീടും ഇത്ര വലിയ കൊട്ടാരമൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ ചെറിയ കൊട്ടാരം പോലെ തോന്നി. അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ലോകത്ത് നമുക്ക് എവിടെ പോയാലും റൂമുകൾ കിട്ടും എന്നുള്ളതിന് തെളിവാണ് ഇത്. എനിക്ക് റൂം കാണിക്കാൻ വന്ന പ്രസാദ് പറഞ്ഞത് ഇവിടെയുള്ള വീടുകളൊന്നും വേറെ ആർക്കും ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാറില്ല. ഇത് അർബാസിൻ്റെ കെയർ ഓഫിൽ വന്നതുകൊണ്ട് മാത്രമാണ് റൂമുകൾ തരുന്നത്. ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് എന്താ ചെയ്തിട്ട് പോകണമെന്ന് ആർക്കും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ലോക്കൽസിന് മാത്രമാണ് ഇവിടെ റൂംസ് ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കിട്ടിയതോ ശരിക്കും ഒരു ഭാഗ്യം തന്നെ. നമ്മൾ ഒരിക്കലും റൂമിൽ താമസിക്കാൻ വേണ്ടിയിട്ടല്ല ഈ യാത്ര തുടങ്ങിയത്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊരു വഴി തിരഞ്ഞെടുത്തത്. ബാത്റൂമും അത്യാവശ്യം കുഴപ്പമില്ല, എന്നാൽ ഇത് ഉപയോഗിക്കാൻ ഏകദേശം കുറച്ച് മാസമായി എന്നാണ് പറഞ്ഞത്. ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. എൻ്റെ കൂടെ വന്ന ആളെ കൊണ്ട് തന്നെ ഈ റൂം ക്ലീൻ ആക്കിച്ച് തരും എന്ന് പറഞ്ഞു. അങ്ങനെ റൂമെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ലാത്ത റൂം തന്നെ. ഈ 2 റൂമിൻ്റെ അപ്പുറത്ത് കാണുന്ന വാതിലിൽ കൂടെ കയറി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഓണറിൻ്റെ സ്ഥലം. ഇതിനകത്താണ് ഓണർ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫാമിലി ആയ ഒരു വീടിൻ്റെ ഒരു സൈഡിലെ റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന റൂമിലുള്ള എല്ലാ സാധനവും ഈ റൂമിനകത്തേക്ക് കയറ്റി വയ്ക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എല്ലാത്തിനും ഓക്കെ പറഞ്ഞ് ഞാൻ മെല്ലെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. വീടിൻ്റെ പുറത്തിറങ്ങിയാൽ എൻ്റെ വീടിൻ്റെ മിറ്റം മാതിരി തന്നെയുണ്ട്. അത്യാവശ്യം ഉയരത്തിൽ തന്നെ കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയേക്കണ ഒരു മിറ്റമാണ് നമുക്കിവിടെ കാണാം. ഇവിടെ എല്ലാവരുടെയും നമ്മൾ കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ചാർജും ഒക്കെ കൊടുക്കേണ്ട സ്ഥലമാണ്. എന്നോട് അതൊന്നും വേണ്ട എന്ന്. അത് മാത്രമല്ല ഈ ഓണറുടെ അടുത്ത് വൈഫൈ കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഉപയോഗം. അങ്ങനെ ഞാനും പ്രസാദും കൂടി വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ നേരെ ഓണറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ 1-2 കാര്യങ്ങളൊക്കെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ് എന്ന്. അങ്ങനെ ഞങ്ങൾ ഓണറിൻ്റെ അടുത്ത് എത്തി. ഈ നടുക്കിയിരിക്കുന്ന മനുഷ്യനാണ് ഈ റൂമിൻ്റെ ഓണർ.
പുള്ളിക്കാരൻ വളരെ ഫ്രണ്ട് പുറമേ നിന്ന് വന്ന ഒരു ആളല്ല എന്നുള്ള രീതിയിലാണ് എന്നോട് പെരുമാറിയത്. ശരിക്കും ഒരു സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെ തന്നെ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കൂടെ അർബാസ് ഉള്ളത് കൊണ്ടാണ്. അർബാസാണ് ഏറ്റവും കൂടുതൽ എന്നെ ഈ കാര്യത്തിലൊക്കെ സഹായിച്ചത്. അപ്പോൾ അവനോടുള്ള താങ്ക്സ് പറഞ്ഞേ മതിയാവും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു മലയാളി ചേട്ടനെ കാണുന്നത്. ഈ ചേട്ടൻ ഇവിടെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. നാട്ടിലെവിടെയാന്നൊക്കെ ചോദിച്ചു. ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ചേട്ടനും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഇവിടെ സ്വന്തമായിട്ട് ഒരു കടയും നടത്തുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കുറേ മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഉപകാരമായി. ഇവരിവിടെ കൊല്ലങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ലോക്കൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര. റൂമെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് ഓണർ എന്നോട് ചോദിച്ചു. ഞാൻ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. യൂട്യൂബ് ചാനൽ ആൾ സബ്സ്ക്രൈബ്. ഞാൻ സംസാരിക്കുന്ന ഭാഷ അറിയില്ലെങ്കിൽ പോലും ആൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ആൻഡമാനിൽ നിന്ന് എനിക്ക് പിന്നെയും സപ്പോർട്ടുകൾ കിട്ടുന്നു. അർബാസ് ഓൾറെഡി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് അടുത്ത ഒരു ബായ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനി ആൻഡമാനിലെ വീഡിയോസ് കാണാം. താങ്ക്